ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എക്സാമുകളുടെ എല്ലാ കാര്യത്തിനും തീരുമാനമായിട്ടുണ്ട്. പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ, പ്രിസൺ ഡ്രൈവർ, അതുകൂടാതെ ഫയർമാൻ, പോലീസ്, IRB അതിൻ്റെ എല്ലാ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒറ്റ മാസം കൊണ്ട് ഈ എല്ലാ എക്സാമുകളും തീരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ ഇതിനകത്തൊക്കെ നമുക്ക് ഉൾപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി 2 മാസം കഷ്ടിച്ച് പറഞ്ഞാൽ 2-2.5 മാസം 2 കൂട്ടിയാൽ മതി. ഈ ഒരു മാസം പോയി കഴിഞ്ഞാൽ പിന്നെ 2 മാസം കൂടെ ഉള്ളൂ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക. ഓൾറെഡി നമ്മുടെ പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ, പിന്നെ മറ്റ് ഡ്രൈവർ, പ്രസൺ ഓഫീസർ പോലെ മറ്റ് 10th ലെവൽ ഡ്രൈവറിൻ്റെ ഒക്കെ ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. നമ്മുടെ ഡ്രൈവിംഗ് പാർട്ടൊക്കെ ഏറെക്കുറെ തീർന്നു കഴിഞ്ഞു. ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം. പഴയ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ആയതുകൊണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഡേറ്റുകളെല്ലാം ഒന്ന് നോക്കാം. ആദ്യത്തെ എക്സാം വരുന്നത് ഫയർമാനാണ്. ഫയർമാൻ വരുന്നത് 12-ാം തീയതിയാണ്. 12 ജൂലൈ മാസമാണ് എല്ലാ എക്സാമും. ഏഴാം മാസം 12-ാം തീയതിയാണ് ഫയർമാൻ. 2 ദിവസം കഴിഞ്ഞ് 15-ാം തീയതി ഫയർമാൻ ഡ്രൈവർ. 2 ദിവസം കഴിഞ്ഞ് 17-ാം തീയതി പോലീസ് ഡ്രൈവർ. അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞിട്ട് 22-ാം തീയതി പ്രിസൺ ഡ്രൈവർ. 4 ദിവസം കഴിഞ്ഞിട്ട് IRB CPO. IRB CPOയും കോമൺ ആയിട്ടുള്ളൊരു എക്സാമാണ് വരുന്നത്. രണ്ടും ഒരു ദിവസമാണ് നടക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഇപ്പം ഡേറ്റുകളെല്ലാം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി പ്രൊഫൈലിൽ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ ഇനി ഇതെത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നാളത്തെ കഴിഞ്ഞായിട്ട് കലണ്ടർ പബ്ലിഷ് ആകും. അപ്പോൾ അറിയാം. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഓരോ ഈ എക്സാമുകൾക്കും എത്ര പേര് എഴുതിയിട്ടുണ്ട് അത് നമുക്ക് നോക്കാം. കൺഫർമേഷൻ കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറയുമെങ്കിലും ഏറെക്കുറെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിരിക്കാം. അത് ക്ലിക്ക് ചെയ്ത് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.